4 പതിറ്റാണ്ടിലേറെയായി പൊതുപ്രവർത്തന മണ്ഡലത്തിൽ സജീവമായ വ്യക്തിത്വമാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ബിജെപി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. രാഷ്ട്രീയ, ഭരണഘടനാ ചുമതലകളിൽ തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുന്നത്. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണൻ 4 പതിറ്റാണ്ടിലേറെയായി തമിഴ്നാട്ടിലെ പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും സജീവമായ വ്യക്തിത്വം. 1957 ഒക്ടോബർ 20 തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച CP രാധാകൃഷ്ണൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദധാരിയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്നും ആദർശം ഉൾക്കൊണ്ടായിരുന്നു 16-ാം വയസ്സിൽ പൊതുരംഗത്തേക്കുള്ള പ്രവേശനം. 1974 തമിഴ്നാട്ടിലെ ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. 1996 BJP തമിഴ്നാട് ഘടകം സെക്രട്ടറിയായി നിയമിതനായി. 1998-ലും 99-ലും കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭാ MP-യായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലയളവിൽ ടെക്സ്റ്റൈൽസ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുകയും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ഫിനാൻസ് എന്നിവയുടെ കമ്മിറ്റികളിൽ അംഗമാവുകയും ചെയ്തു. 2004-ൽ UN ജനറൽ അസംബ്ലിയിലേക്കുള്ള പാർലമെന്ററി പ്രതിനിധി സംഘത്തിലും തായ്വാനിലേക്കുള്ള ആദ്യ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലും അദ്ദേഹം ഭാഗമായിരുന്നു. 2004 മുതൽ 2007 വരെ തമിഴ്നാട്ടിൽ BJP സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു. 2020 മുതൽ 2022 വരെ കേരളത്തിലെ BJP പ്രഭാരി എന്ന ചുമതലയും വഹിച്ചിരുന്നു. 2016 മുതൽ 2020 വരെ കയർ ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ പൊതുഭരണ മേഖലയിലും CP രാധാകൃഷ്ണൻ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കയർ ബോർഡ് 2532 കോടി രൂപയുടെ കയറ്റുമതി റെക്കോർഡ് നേടിയിരുന്നു. 2023-ൽ ജാർഖണ്ഡ് ഗവർണറായി നിയമിതനായി. തെലങ്കാന ഗവർണറുടെയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെയും അധിക ചുമതല വഹിച്ചിട്ടുണ്ട്. 2024 ജൂലൈ മുതൽ മഹാരാഷ്ട്ര ഗവർണറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. സൗമ്യതയിൽ പൊതിഞ്ഞ കർക്കശ നിലപാടുകളാണ് എക്കാലവും CP രാധാകൃഷ്ണനെ വേറിട്ടു നിർത്തുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ് ഉപരാഷ്ട്രപതി എന്നിരിക്കെ സഭയുടെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ ഭേദമന്യേ CP രാധാകൃഷ്ണനെ നിയന്ത്രിക്കാനാകുമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് BJPയുടെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.